തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ 2 വയസ്സുകാരിയായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്ത സംഭവത്തിൽ DNA പരിശോധന ഫലം പോലീസിന് ലഭിച്ചു. കുട്ടിയുടെ കൂടെയുള്ളത് യഥാർത്ഥ അച്ഛനും അമ്മയും തന്നെയാണെന്നാണ് ഫലം. അതിനാൽ കുട്ടിയെ വിട്ടുനൽകുന്നതിന് ഇനി തടസ്സങ്ങളില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. നാളെ തന്നെ കുട്ടിയെ വിട്ടുനൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നും പോലീസ് അറിയിച്ചു. കുട്ടിക്ക് തിരിച്ചറിയൽ രേഖ വേണമെന്ന് മാതാപിതാക്കളോട് പോലീസ് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ സുരക്ഷയ്ക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ മാതാപിതാക്കൾക്ക് നൽകിയെന്നും പോലീസ് അറിയിച്ചു. നിലവിൽ CWCയുടെ സംരക്ഷണത്തിലാണ് 2 വയസ്സുകാരിയും സഹോദരങ്ങളും കഴിയുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻ ഇന്നലെ രാവിലെ കൊല്ലത്ത് നിന്നാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. തിരുവനന്തപുരം നാവായിക്കുളത്താണ് പ്രതി ഹസൻ താമസിക്കുന്നത്. പോക്സോ കേസ് പ്രതിയാണ് ഇയാൾ. ജയിലിൽ നിന്നിറങ്ങി 2ാം മാസമാണ് ഇയാൾ പേട്ടയിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് ഉപദ്രവിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണെന്നും കരഞ്ഞപ്പോൾ വായ പൊത്തിപ്പിടിക്കുകയും പിന്നീട് കുഞ്ഞിൻ്റെ ബോധം മറിഞ്ഞതോടെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസം 19-ന് ചാക്കയിലെ റോഡരികിൽ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കുട്ടിയെ കാണാതായത്. 19 മണിക്കൂറിലേറെ നീണ്ട തെരച്ചിലിനൊടുവിൽ 500 മീറ്റർ അകലെ 6 അടിയിലേറെ ആഴമുള്ള ഓടയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തേൻ വിൽപ്പനക്കായി കേരളത്തിലെത്തിയതാണ് ബീഹാർ സ്വദേശികളായ ദമ്പതികൾ. കുട്ടി ഇവരുടെ തന്നെയാണോ എന്ന് തിരിച്ചറിയാനാണ് DNA പരിശോധന നടത്തിയത്. പ്രതിയെ കൊല്ലത്ത് നിന്നാണ് പിടിച്ചത്. ഏറെ ജനശ്രദ്ധയാകർഷിച്ച കേസിൽ മലയാളിയാണ് പ്രതി. ഇയാൾ നേരത്തെ 10-ലധികം കേസുകളിലും പ്രതിയാണ്. കുട്ടിയെ ഉപദ്രവിക്കാൻ തന്നെയാണ് ലക്ഷ്യമിട്ടതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായത്. പേട്ട പോലീസാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം DCP നിതിൻ രാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. 6 മണിക്ക് കമ്മീഷണർ സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയെ കാണാതാകുകയായിരുന്നു. 2 പേർ ചേർന്നാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നായിരുന്നു ആദ്യം നിഗമനം. നീണ്ട തെരച്ചിലിനൊടുവിൽ കുട്ടിയെ തിരുവനന്തപുരം ബ്രഹ്മോസിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. എന്നാൽ കുട്ടി എങ്ങനെ ഈ ബ്രഹ്മോസിന് സമീപമുള്ള പൊന്തക്കാട്ടിൽ എത്തി എന്നതിന് പോലും ഉത്തരമുണ്ടായിരുന്നില്ല. കണ്ടെത്തിയ ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 വയസ്സുകാരിയെ തൈക്കോട് ശിശുക്ഷേമ സമിതിയിലേക്കാണ് പിന്നീട് മാറ്റിയത്. കുട്ടിയുടെ സുരക്ഷ പരിഗണിച്ചായിരുന്നു ഈ മാറ്റം. സഹോദരങ്ങളും കുട്ടിയോടൊപ്പം ശിശുക്ഷേമ സമിതിയിലുണ്ട്. എന്നാൽ കുട്ടിയെക്കുറിച്ചുള്ള രേഖ മാതാപിതാക്കളുടെ കൈവശം കാണാത്തതിനെ തുടർന്ന് കുട്ടിയുടെയും പിതാവിൻ്റെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.